ആട്ടിൻതോലണിഞ്ഞ ചെന്നായ എന്ന് കേട്ടിട്ടില്ലേ? ഹിംസ്രജന്തുവാണ് ചെന്നായ. അതിനെ ഒരു ആടിന്റെ തോലൊക്കെ അണിയിച്ച് ആളുകൾക്കിടയിലേക്ക് ഇറക്കുന്ന ഒരു ഏർപ്പാടാ, ഉടായിപ്പ, ആളുകളെ പറ്റിക്കാനുള്ള ഒരു സംഗതിയാ. പക്ഷെ ഈ ആടിൻ തോലൊക്കെ അണിയിച്ച് ചെന്നായ അവരെ തിരുത്താനേ പറ്റൂ. പുറത്തേക്ക് ഇറക്കിയ പ്രശ്നമാണ്, കുഴപ്പമുണ്ടാക്കും. ആളുകളുടെ ഇടയിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അവൻ മുരളാൻ തുടങ്ങും. അത് മാത്രമല്ല, അവന്റെ കൈകാലുകളിലെ ഈ പൈശാചികമായ നഖങ്ങൾ അതിങ്ങനെ പുറത്തേക്ക് വെച്ചാടും. അതുപോലെ തന്നെ കടിച്ചു കീറാൻ നിൽക്കുന്ന തേറ്റപ്പല്ലുകള് ഈ ആടിന്റെ തോലൊക്കെ ഭേദിച്ച് പുറത്തേക്ക് വരും. അപ്പോൾ അവരുടെ തിരുത്താം, പക്ഷേ പുറത്തേക്ക് ഇറക്കിയ പ്രശ്നമാണ്. പക്ഷെ അതാ ഇപ്പൊ കേരളത്തിലെ ബി ജെ പിക്ക് സംഭവിച്ചിരിക്കുന്നത്. ആട്ടിൻ തോലൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങി ആളുകളെ പറ്റിക്കാം എന്നാ വിചാരിച്ചത്. ക്രിസ്മസ് സന്ദേശയാത്ര എന്നായിരുന്നു ഈ ഉടായിപ്പിന്റെ പേര്. അതായത് കേരളത്തിലെ ക്രൈസ്തവ മേലധ്യക്ഷന്മാരുടെ അരമനകളിലേക്കും ക്രൈസ്തവ ഭവനങ്ങളിലേക്കും ക്രിസ്മസ് കേക്കും ക്രിസ്മസ് ആശംസയും ഒക്കെ ആയിട്ട് കടന്നു ചെല്ലുക. അപ്പൊ ഈ ക്രൈസ്തവ കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ കേരളത്തിലുള്ള മുഴുവൻ നസ്രാണികളുടെയും വീട്ടിൽ ചെല്ലാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടൊരു സെലക്ട് ആയിട്ടുള്ള വീടുകളായിരിക്കും. അവിടെയൊക്കെ ചെല്ലുക, ക്രിസ്മസ് കേക്ക് കൊടുക്കുക, ക്രിസ്മസിന്റെ സന്ദേശം പറയുക. ഏത് കൊല്ലക്കുടിയില് സൂചി വിൽക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ പോലെ ക്രിസ്ത്യാനികളുടെ വീട്ടിലും അവരുടെ അരമനകളിലും ക്രിസ്മസിന്റെ സന്ദേശവുമായി ചെല്ലുക എന്നൊക്കെ പറഞ്ഞാലും എന്താണെങ്കിലും കേക്കും ആശംസകളും ഒക്കെ ആയിട്ട് അവരെ സ്വാധീനിക്കുക, അവരെ എല്ലാം മാമുദിസ മുക്കി BJP ആക്കുക, സംഘിയാക്കുക. ഇതായിരുന്നു BJP ആസൂത്രണം ചെയ്ത ഒരു പരിപാടി. ഈ കേക്കും ആശംസയും കൂടാതെ ഈ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു നേതാവ് ക്രിസ്മസ് ഫാദറിന്റെ വേഷം ധരിക്കുമായിരുന്നോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അത് അവരെ തൽക്കാലം രഹസ്യമായി വെച്ചിരിക്കുകയായിരുന്നു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ 1-ാം നമ്പർ ബേക്കറികളില് ആയിരക്കണക്കിന് കിലോ കേക്ക് നേരത്തെ തന്നെ ഓർഡർ ചെയ്ത കാവി നിറത്തിലുള്ള ക്രിസ്മസ് സന്ദേശം അച്ചടിച്ച് തയ്യാറാക്കി വെച്ചിരിക്കുകയായിരുന്നു. അതുപോലെ ഇപ്പൊ കൂടിയ കുറെ ക്രിസംഗികളുണ്ട്. അവന്മാരുടെ ഇന്ന് ക്രിസ്മസ് സന്ദേശവും എഴുതി വാങ്ങിച്ചു, അത് കാണാതെ പഠിച്ചു, ഒക്കെ റെഡിയായിട്ടിരുന്നതാ. ഇന്നോവ കാറൊക്കെ അറേഞ്ച് ചെയ്ത് എല്ലാം പക്കയാക്കി വെച്ചിരുന്നതാ. ഇനി അങ്ങോട്ട് ഇറങ്ങിയാൽ മതി ക്രിസ്മസ് സന്ദേശ യാത്ര, അല്ലെങ്കിൽ ക്രിസ്മസ് സ്നേഹ സന്ദേശ യാത്ര. അപ്പോഴല്ലേ പാലക്കാട് സാക്ഷാൽ ഒറിജിനൽ സംഘികള് ഈ പദ്ധതിയെല്ലാം പൊളിച്ചു കളഞ്ഞത്. പാലക്കാട് ജില്ലയിലെ നല്ലേപ്പള്ളി ഗവൺമെന്റ് UP സ്കൂള്, അവിടുത്തെ അധ്യാപകരും കുട്ടികളുമൊക്കെ ചേർന്ന് ഒരു ക്രിസ്മസ് പരിപാടി ആസൂത്രണം ചെയ്തു. ക്രിസ്മസ് അല്ലേ, സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും കൂട്ടായ്മയുടെയൊക്കെ സന്ദേശം പറയുന്ന ക്രിസ്മസ്. അവരങ്ങനെ ഒരു പരിപാടി അങ്ങ് പ്ലാൻ ചെയ്തു. അപ്പൊ അവിടുത്തെ സംഘപരിവാറിന് അത് പിടിക്കുമോ? സർക്കാർ സ്കൂളിലെ ക്രിസ്ത്യാനികളുടെ ദൈവത്തിന്റെ ക്രിസ്മസ് ആഘോഷം നടപ്പുള്ള കാര്യമാണോ? അതും പാലക്കാട് കഴിഞ്ഞ തവണ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ സങ്കടം മാറിയിട്ടില്ല, അതിന്റെ കലിപ്പ് ഇതുവരെ തീർന്നിട്ടില്ല. അപ്പോഴാണ് നല്ലേപ്പള്ളിയില് ഗവൺമെന്റ് സ്കൂളില് ക്രിസ്മസ് കരോൾ നടത്തുന്നത്, ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിക്കുന്നത്. പിന്നെ വിശ്വഹിന്ദു പരിഷത്തിന്റെയും ബജ്രംഗ് ദളിന്റെയും ഒക്കെ ആൾക്കാർ നേരെ അങ്ങോട്ട് ചെന്നു, കുട്ടികളെ ഭീഷണിപ്പെടുത്തി, അധ്യാപകരെ വിരട്ടി. ചില അധ്യാപകര് ഈ ക്രിസ്മസ് ഫാദറിന്റെ വേഷത്തിലായിരുന്നു അത്രേ. നിങ്ങളോട് ആര് പറഞ്ഞു ഇങ്ങനെ ക്രിസ്മസ് അപ്പൂപ്പന്റെ വേഷം കെട്ടാൻ? അതിനാണോ നിങ്ങളെ ഇവിടെ അധ്യാപകരാക്കിയിരിക്കുന്നത്? അത് മാത്രമല്ല, കൃഷ്ണജയന്തി നടത്താതെ അതിന്റെ ആഘോഷമില്ലാതെ എങ്ങനെയാണ് നിങ്ങൾ ക്രിസ്മസ് ഇവിടെ ആഘോഷിക്കുക? ഒക്കെ പറഞ്ഞ് വലിയ ബഹളമാക്കി, മൈക്കൊക്കെ ഓഫ് ചെയ്യിച്ചു. അങ്ങനെ ആ കുട്ടികളും അധ്യാപകരും ചേർന്ന് സംഘടിപ്പിച്ച മനോഹരമായ ക്രിസ്മസ് ആഘോഷം അങ്ങനെ അലങ്കോലമായി. പാലക്കാട്ടെ മറ്റൊരു UP സ്കൂള്, തത്തമംഗലം GB UP സ്കൂള്, അവിടെയും അവരൊരു ക്രിസ്മസ് ആഘോഷമൊക്കെ സംഘടിപ്പിച്ചിരുന്നു. അതൊക്കെ പതിവാകട്ടോ, സ്കൂളുകളിലും അതുപോലെ പൊതുസ്ഥാപനങ്ങളിലും ഒക്കെ ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട്. ക്രിസ്മസ് ഇപ്പൊ ക്രിസ്ത്യാനികളുടെ മാത്രം ഏർപ്പാടൊന്നുമല്ല, ലോകം മുഴുവൻ അതൊരു സന്തോഷ നിമിഷങ്ങളായിട്ട്, സന്തോഷ സമയമായിട്ട് ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നതാണ്. അവിടെ അവരൊരു ക്രിസ്മസ് പുൽക്കൂട് തയ്യാറാക്കിയിരുന്നു. ഒരു ദിവസം രാവിലെ വന്ന് നോക്കുമ്പോൾ പുൽക്കൂടില്ല, അത് അടിച്ച് പൊളിച്ച് തകർത്തിരിക്കുകയാണ്. നല്ലേപ്പള്ളിയിലെ ഈ ക്രിസ്മസ് ആഘോഷം കലക്കിയതിന്
മൂന്നാല് പേരെ അറസ്റ്റ് ചെയ്തു. അവരൊക്കെ ഈ വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും ബജ്രംഗ് ദളിന്റെയും ഒക്കെ ആൾക്കാരാണ്. സംഘപരിവാരത്തിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് സംഘടനകളാണ് ഈ VHPയും ബജ്രംഗ് ദളും എന്ന് പറയുന്നത്. ഈ VHP ഉണ്ടായത് തന്നെ മുസ്ലിം, ക്രിസ്ത്യൻ, കമ്മ്യൂണിസ്റ്റ് മൂന്ന് തിന്മകള് അവരിൽ നിന്ന് ഇന്ത്യയിലെ ഹിന്ദു സമൂഹത്തെ, ഹിന്ദുക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി രൂപവൽക്കരിച്ച ഒരു സംഘടനയാണ് ഈ വിശ്വ ഹിന്ദു പരിഷത്ത്. ബജ്രംഗ് ദൾ ഒട്ടും മോശമല്ല കേട്ടോ. ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറയുന്ന ഒരാളിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അദ്ദേഹം ഒഡീഷയില് പ്രവർത്തിച്ചിരുന്ന ഒരു ക്രൈസ്തവ മിഷണറിയാ. അദ്ദേഹവും അദ്ദേഹത്തിന്റെ രണ്ട് മക്കള്, 10 വയസ്സുള്ള ഫിലിപ്പ്, 6 വയസ്സുള്ള തിമോത്തി, ഈ 3 പേരും കൂടെ അവിടെ മനോഹർപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ജംഗിൾ ക്യാമ്പ്, ക്രിസ്ത്യാനികളുടെ ഒരു ക്യാമ്പാ, ജംഗിൾ ക്യാമ്പ്, അവിടെ പങ്കെടുക്കാൻ പോയതാ. രാത്രിയായപ്പോൾ അവർ വനത്തിൽ തന്നെ, അവരുടെ വാനിൽ തന്നെ കിടന്ന് ഉറങ്ങി. അവരെ ഉറക്കത്തില് ആ വാനിന് തീ വെച്ച് കൊന്നുകളഞ്ഞു, കണ്ണിൽ ചോരയില്ലാതെ. 2 പിഞ്ചു കുഞ്ഞുങ്ങള്, 10 വയസ്സുകാരനും 6 വയസ്സുകാരനും, ഫിലിപ്പും തിമോത്തിയും, ഒപ്പം അച്ഛൻ ഗ്രഹാം സ്റ്റെയിൻസ്. ബജ്രംഗ് ദള ചെയ്തത്. ആ പാരമ്പര്യമുള്ള സംഘടനയാണ് ബജ്രംഗ് ദൾ എന്ന് പറയുന്നത്. ഈ സംഘടനയുടെ ആൾക്കാരാണ് നല്ലേപ്പള്ളിയില് പാവം കുഞ്ഞുങ്ങള് സംഘടിപ്പിച്ച ഒരു ക്രിസ്മസ് ആഘോഷം തകർത്തു കളഞ്ഞത്. സംഗതി നടത്തിയത് സംഘപരിവാറുകാരാണെങ്കിലും സംഘപരിവാറിന്റെ പ്രധാന നേതാവായ കെ സുരേന്ദ്രനോട് ചെയ്തൊരു കൊടും ചതിയായിപ്പോയി. കാരണം പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ തോറ്റു. കഴിഞ്ഞവണ കിട്ടിയ വോട്ടൊന്നും കിട്ടിയില്ല. അമ്പെ അടിപറ്റി കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്തിന് വരെ, BJP സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തിന് വരെ വെല്ലുവിളി ഉണ്ടായതാ. അതിൽ നിന്നൊക്കെ തൽക്കാലം രക്ഷപ്പെട്ട് നിൽക്കുകയായിരുന്നു. തട്ടിക്കൂട്ടിയൊന്ന് മാറി നിന്നതാ. അപ്പോഴാണ് അദ്ദേഹം ഈ പുതിയ ഏർപ്പാട്, ക്രിസ്മസ് സ്നേഹ സന്ദേശ യാത്ര പ്ലാൻ ചെയ്തത്. ബിഷപ്പന്മാരെ കാണുക, ചില കൊള്ളാവുന്ന അച്ചായന്മാരെ, നസ്രാണികളുടെ അവരുടെ വീട്ടിൽ ചെന്ന് കാണുക, അവരെയൊക്കെ ഉദ്ബോധിപ്പിക്കുക. അങ്ങനെ കേരളത്തിലെ BJPക്ക് ഒരു വലിയ നേട്ടം ഉണ്ടാക്കുക. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പില് 4-5 സീറ്റെങ്കിലും സംഘടിപ്പിക്കുക. അങ്ങനെ സ്വന്തം സ്ഥാനം ഒന്ന് ശരിയാക്കി നിർത്തുക, ഒന്ന് സ്ഥിരപ്പെടുത്തുക എന്നൊക്കെ വിചാരിച്ചു നിന്നതാ. അപ്പോഴാണ് പാലക്കാട്ടെ ഈ സാക്ഷാൽ സംഘികള് ഈ 8ന്റെ പണി നമ്മുടെ സുരേന്ദ്രന് കൊടുത്തത്. കൂട്ടും ചതി എന്നല്ലാതെ ഇതിനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുക? കേരളത്തിലെയും ഇന്ത്യയിലെയും ക്രിസ്ത്യാനികളൊക്കെ മഹാ പൊട്ടന്മാരാണെന്നാണ് നമ്മുടെ BJP നേതൃത്വം ധരിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു. ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമാണ്. 2.3% ഏറ്റവും അവസാനത്തെ സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ക്രിസ്ത്യാനികളുള്ളത്. ഇവരെ എങ്ങനെയെങ്കിലും ഒന്ന് കൈവശപ്പെടുത്തണം. അതിനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഈ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കള് പുറത്തേക്ക് വരുന്നത്. അവരെ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുമ്പോൾ തന്നെയാണ് അവരെ പ്രലോഭനങ്ങളിലൂടെ വശംവദരാക്കാനുള്ള ശ്രമങ്ങളും BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്രൈസ്തവരിന്ന ഇന്ത്യയിൽ വലിയ തോതിൽ വെല്ലുവിളി നേരിടുക, പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഏറ്റവും അവസാനത്തെ ദൃഷ്ടാന്തം എന്ന് പറയുന്നത് മണിപ്പൂരാ. ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ്. അവിടെ ക്രൈസ്തവർക്ക് ഭൂരിപക്ഷമുള്ള ഒരു സമൂഹത്തെ ഒന്നാകെ ഭൂമുഖത്ത് നിന്ന് നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ആസൂത്രണമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പദ്ധതിയാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. 100 കണക്കിന് ദേവാലയങ്ങള്, ക്രൈസ്തവ ദേവാലയങ്ങൾ അവിടെ കത്തിച്ചു കളഞ്ഞു. അതുപോലെ നിരവധി ആളുകളെ കൊലപ്പെടുത്തി. അതാണ് മണിപ്പൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ UPയിലും ഛത്തീസ്ഗഡിലുമൊക്കെ ക്രൈസ്തവർക്കെതിരായിട്ട് നിത്യേന എന്നോളം അതിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്രൈസ്തവരായി മാറിയ ഹിന്ദുക്കളെ തിരികെ കൊണ്ടുവരുന്നതിന് ഘർ വാപ്പസി എന്ന പേരിലുള്ള നിർബന്ധിതമായ മതപരിവർത്തന പരിപാടികൾ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴില് കമ്മീഷൻ ഫോർ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം എന്ന് പറയുന്ന ഒരു ഏജൻസി ഉണ്ട്. അവര് വർഷം തോറും റിപ്പോർട്ടുകൾ ഇറക്കാറുണ്ട്. ഏറ്റവും അവസാനത്തെ റിപ്പോർട്ട് വന്നത് 2020 ആ റിപ്പോർട്ട് അനുസരിച്ച് ക്രൈസ്തവർ ഏറ്റവും ഉയർന്ന തോതിലുള്ള ഭീഷണി നേരിടുന്ന രാജ്യങ്ങളിലൊന്ന്, 12 രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണെന്നാണ്
പറയുന്നത്. ആ റിപ്പോർട്ട് അങ്ങനെയാണ് പറയുന്നത്. പാകിസ്ഥാൻ, സൗദി അറേബ്യ, ചൈന, നോർത്ത് കൊറിയ പോലെയുള്ള 12 രാജ്യങ്ങളിൽ ഒന്ന്, കൺട്രീസ് ഓഫ് പർട്ടിക്കുലർ കൺസേൺ എന്നാണ് ഈ 12 രാജ്യങ്ങളെ ഈ അമേരിക്കയുടെ ഏജൻസി വിശേഷിപ്പിച്ചിരിക്കുന്ന ഔദ്യോഗിക ഏജൻസിയാണ്. അതിലൊന്നാണ് ഇന്ത്യ. 2012 മുതൽ 2022 വരെ ഇന്ത്യയിലെ ക്രൈസ്തവർക്കെതിരായിട്ട് നടന്ന അതിക്രമങ്ങൾ അല്ലെങ്കിൽ അക്രമ പ്രവർത്തികൾ അതിനു മുമ്പത്തേക്കാൾ 4 ഇരട്ടിയായിട്ടുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2023 ആദ്യത്തെ 8 മാസങ്ങളിൽ മാത്രം അഖിലേന്ത്യാ തലത്തില് ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് 525 അക്രമ സംഭവങ്ങൾ ഉണ്ടായി എന്നും ഈ കണക്കിൽ പറയുന്നുണ്ട്. യുപിയും ഛത്തീസ്ഗഡുമാണ് ഇക്കാര്യത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. പോരാഞ്ഞ് മണിപ്പൂര്, അത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അവിടുത്തെ ക്രൈസ്തവർക്കെതിരായിട്ടുള്ള പീഡനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ പ്രധാനമന്ത്രി ഇതുവരെ അതിനെ അപലപിക്കാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് പോകാനോ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാനോ തയ്യാറായിട്ടില്ല. 3ാം തവണ പ്രധാനമന്ത്രിയായതിനു ശേഷം ഇതിനകം 14 വിദേശ രാജ്യങ്ങള് സന്ദർശിച്ച നമ്മുടെ പ്രധാനമന്ത്രിയാ ഏറ്റവും അവസാനം കുവൈറ്റില് അവിടെ ചെല്ലുകയും അവരുടെ പരമോന്നത ബഹുമതിയൊക്കെ സ്വീകരിക്കുകയും ചെയ്ത ശേഷം ഇപ്പൊ വന്നിരിക്കുകയാണ്. ആ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇതുവരെ മണിപ്പൂർ സന്ദർശിക്കാൻ അല്ലെങ്കിൽ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന് ഒരു അവസാനം കണ്ടെത്തുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള ശ്രമം നടത്താൻ തയ്യാറായിട്ടില്ലാത്തത്. ക്രൈസ്തവരോടുള്ള സർക്കാരിന്റെയും BJPയുടെയും മനോഭാവം ഇതാണെങ്കിലും അവരെ പ്രലോഭനങ്ങളോട് വശപ്പെടുത്താമെന്നാണ് BJPയും അവരുടെ സംസ്ഥാന ദേശീയ നേതൃത്വങ്ങള് കണക്കുകൂട്ടുന്നത്. മണിപ്പൂരിൽ ഇതുവരെ പോകാൻ തയ്യാറായിട്ടില്ലാത്ത നമ്മുടെ പ്രധാനമന്ത്രി മോദി ഇക്കഴിഞ്ഞ ദിവസം അഖിലേന്ത്യാ കത്തോലിക്ക ബിഷപ്സ് കോൺഫറൻസ്, ഇന്ത്യയിലെ കത്തോലിക്ക സഭകളിൽ നിന്നുള്ള മെത്രാന്മാരുടെ സംഘടനയാണ്, അവരെ ഡൽഹിയിൽ സംഘടിപ്പിച്ച ഒരു ക്രിസ്മസ് ആഘോഷത്തില് പങ്കെടുത്തിരുന്നു. അതിന് അദ്ദേഹത്തിന് യാതൊരു വിഷമവും മടിയും ഉണ്ടായില്ല. അവിടെ വെച്ച് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു, യേശുക്രിസ്തുവിന്റെ സന്ദേശങ്ങൾ എന്ന് പറയുന്നത് സ്നേഹം, സൗഹാർദ്ദം, സാഹോദര്യം എന്നിവയാണ്. അത് നടപ്പാക്കുന്നതിന് നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്നാണ് അദ്ദേഹം ഈ ബിഷപ്പന്മാർ സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷത്തില് പറഞ്ഞത്. ഈ പറഞ്ഞ ഈ 3 കാര്യങ്ങള്, സ്നേഹം അല്ലെങ്കിൽ സാഹോദര്യം അല്ലെങ്കിൽ സഹവർത്തിത്വം, ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊന്നും നടപ്പാക്കാൻ നമ്മുടെ BJP സർക്കാർ, മോദിയുടെ ഗവൺമെന്റ് തയ്യാറായിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യയിലുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുന്നതിന് സാധിക്കുമായിരുന്നു. ക്രൈസ്തവരും മുസ്ലിങ്ങളും അടങ്ങുന്ന ന്യൂനപക്ഷങ്ങൾക്ക് സമാധാനത്തോടെ, ഞങ്ങളും ഇന്ത്യക്കാരാണ് എന്ന വിചാരത്തോടെ ഇവിടെ മറ്റെല്ലാ സമുദായങ്ങളുമായി സഹവർത്തിത്വത്തിൽ പെരുമാറാൻ സാധിക്കുമായിരുന്നു. പക്ഷെ ഏട്ടിലെ പശു പുല്ലു തിന്നുകയില്ലല്ലോ. ചില ശക്തികള് സമൂഹത്തിൽ ഭിന്നതയും ശത്രുതയും ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തില് അക്രമ പ്രവർത്തികളിൽ വ്യാപൃതരാകുന്നത് തന്റെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിക്കുന്നുവെന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി മോദി പറഞ്ഞത്. അതൊക്കെ ഓർക്കുമ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത ദുഃഖം, വ്യസനം തോന്നുകയാണ്. അദ്ദേഹം പരാമർശിച്ചത് കഴിഞ്ഞ ദിവസം 3-4 ദിവസങ്ങൾക്ക് മുമ്പ് ജർമ്മനിയിലെ ക്രിസ്മസ് വിപണിയിലേക്ക് ഒരു തീവ്രവാദ സംഘത്തിൽപ്പെട്ട ഒരാള് അതിവേഗത്തിൽ വാഹനം ഓടിച്ചു കയറി കുറെ ആളുകൾ മരിച്ചുപോയി. അതുപോലെ തന്നെ 2019 ഈസ്റ്റർ ദിനത്തില് ശ്രീലങ്കയിൽ ഉണ്ടായ ഒരു ആക്രമണം, ക്രൈസ്തവർക്കെതിരായിട്ട് നടന്ന ഒരു ആക്രമണമായിരുന്നു അത്. ഇതൊക്കെയാണ് അദ്ദേഹം ഓർത്തത്. അതൊക്കെ ഓർക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ മനസ്സ് വല്ലാതെ ഭാരപ്പെടുകയും വേദനിക്കുകയും കലുഷിതമാവുകയും ചെയ്യുന്നത്. പക്ഷെ ആ മനസ്സുണ്ടല്ലോ, മോദിയുടെ ആ മനസ്സ്, അദ്ദേഹം മണിപ്പൂരിനെ കുറിച്ച് ഓർക്കുന്നില്ല. ഛത്തീസ്ഗഡിലും UPയിലും നടക്കുന്ന അതിക്രമങ്ങളെ കുറിച്ച് ഒട്ടുമേ വ്യാകുലപ്പെടുന്നില്ല. സ്റ്റാൻ സ്വാമി എന്ന് പറയുന്ന ഒരു വൈദികനുണ്ടായിരുന്നു. ഈശോ സഭക്കാരനാ, ഗോത്രാവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ ഒരു മനുഷ്യനാണ്. 84-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, മഹാരാഷ്ട്രയിൽ ഒരു ജയിലിലാക്കി. NIA ചെയ്തത്. മാവോ പക്ഷപാതിയാണ്,
മാവോയിസ്റ്റുകൾക്ക് സഹായം നൽകുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അദ്ദേഹം ദീർഘകാലം ജയിലിൽ കിടന്നു. വേണ്ട ചികിത്സ കിട്ടാതെയാണ് അദ്ദേഹം മരിച്ചത്. ജയിലിലായിരിക്കും അദ്ദേഹം 2 തവണ വീണതാണോ വീഴ്ത്തിയതാണോ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. 2 ചെവികളുടെയും കേൾവിശക്തി നശിച്ചു. പാർക്കിൻസൺസ് രോഗിയായിരുന്നു. ആശുപത്രിയിൽ വെച്ചത് മൂർച്ഛിച്ചു. അദ്ദേഹം വല്ലാത്ത സ്ഥിതിയിലായി. അദ്ദേഹത്തിന് 1 കപ്പ് ചായ പോലും എടുത്തു കുടിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ പാർക്കിൻസൺസ് രോഗികൾക്ക് നൽകുന്ന സ്ട്രോയും സിപ്പറും നൽകാൻ പോലും ജയിൽ അധികൃതർ കൂട്ടാക്കിയില്ല. അവിടെ വെച്ച് മരിച്ചുപോയി. നമ്മുടെ മോദി സമൂഹത്തിലെ ശത്രുതയും ഭിന്നതയും ഒക്കെ സൃഷ്ടിക്കുന്ന അക്രമ പ്രവർത്തനങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ സ്റ്റാൻ സ്വാമിയെ കുറിച്ച് അദ്ദേഹത്തിന് യാതൊരു ചിന്തയുമില്ല. ഓൾ ഇന്ത്യ കാത്തലിക്സ് ബിഷപ്സ് കോൺഫറൻസ് സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷ പരിപാടിയിൽ ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രി പങ്കെടുക്കുന്നതെന്നാണ് ഇന്നത്തെ പത്രങ്ങളിൽ വായിച്ചത്. ശരിയായിരിക്കാം, ആദ്യമായിട്ടായിരിക്കും ഈ ബിഷപ്പുമാര് അല്ലെങ്കിൽ അവരുടെ സംഘടന ഒരു പ്രധാനമന്ത്രിയെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ക്ഷണിക്കുന്നതും. അതിനവർക്ക് അവരുടേതായ കാരണങ്ങൾ ഉണ്ടായിരിക്കും. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. പക്ഷേ ഈ BJP നേതൃത്വം ഒരു കാര്യം ആലോചിക്കണം. ഇന്ത്യയിലെ ക്രിസ്ത്യാനി എന്ന് പറയുന്നത് കുറച്ച് ബിഷപ്പന്മാരും ഇപ്പോൾ നിങ്ങളുടെ കൂടെ കൂടിയിട്ടുള്ള ഈ ക്രിസംഗികളുമല്ല. ബിഷപ്പന്മാർക്ക് അവരുടേതായ താല്പര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ അവര് പറയുന്നിടത്താണ് കേരളത്തിലെ ക്രൈസ്തവർ നിൽക്കുന്നത് എന്ന് വിചാരിക്കരുത്. പിന്നെ ഈ ക്രിസംഗികള് വല്ല നക്കാപ്പിച്ചയും കൊടുത്ത് നിങ്ങൾക്ക് അവരെ കൂടെ നിർത്താൻ സാധിക്കും. അത് നിങ്ങളുടെ കാര്യം, നിങ്ങൾക്ക് ചെയ്യാം. അവരോട് ഇപ്പോൾ നല്ലപ്പള്ളിയിൽ നടന്ന സംഭവമാണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിൽ ക്രൈസ്തവർക്കെതിരായിട്ട് നടക്കുന്ന അതിക്രമങ്ങളാണെങ്കിലും അക്രമ സംഭവങ്ങളാണെങ്കിലും അവരോടത് ചോദിച്ചാൽ ഉടനെ മുനമ്പം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. മുനമ്പം എന്ന് പറഞ്ഞൊരു വിഷയം ഇപ്പോൾ അവർക്ക് വീണ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിലെ ബുദ്ധിയുള്ള ക്രൈസ്തവര് ഈ ആട്ടിൻതോലണിഞ്ഞ ചെന്നായെ നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നവരാ. പുള്ളിപ്പുലിയുടെ പുലിയുണ്ടല്ലോ, അത് എത്ര കഴുകിയാലും കുളിപ്പിച്ചാലും അത് മായുകയില്ലെന്ന് അവർക്ക് നന്നായിട്ടറിയാം. ഇത്തരം നാടകങ്ങൾ കളിച്ച് ഇന്ത്യയിലെ ക്രൈസ്തവരെ വശപ്പെടുത്താമെന്നൊന്നും നിങ്ങളങ്ങ് കരുതിക്കളയരുത്. നിങ്ങൾ ചെയ്യേണ്ടതൊന്നുമല്ല. നിങ്ങൾ ഈ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും ഒക്കെ 3 തിന്മകളായി കരുതി, ഇന്ത്യയിലെ ഹൈന്ദവർ നേരിടുന്ന 3 പ്രശ്നങ്ങളായിട്ട് കരുതി അവരെ മാറ്റി നിർത്താതെ, അവരെ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കാതെ, അവരും ഇന്ത്യക്കാരാണെന്നും അവർക്കും മറ്റെല്ലാവരെയും പോലെ തുല്യ അവകാശത്തോടു കൂടി ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ട് എന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ച് നിങ്ങളുടെ നയപരിപാടികളിൽ മാറ്റം വരുത്തുകയും ചെയ്യാതെ നിങ്ങൾക്ക് ഈ ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ കടന്നുകയറാൻ സാധിക്കില്ല എന്നുള്ളത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം. ഒരു വശത്ത് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുക, അതിന് നേതൃത്വം കൊടുക്കുക. മറുഭാഗത്ത് ഒരു കഷ്ണം ക്രിസ്മസ് കേക്കും ഒരു ക്രിസ്മസ് ആശംസയും നൽകി അവരെ വശത്താക്കാം എന്ന് കരുതുക. അത് നടപ്പുള്ള കാര്യമല്ല. ഇപ്പൊ കേരളത്തില് നിങ്ങൾ ആസൂത്രണം ചെയ്ത ഈ ക്രിസ്മസ് സമാധാന സന്ദേശ യാത്ര അതല്പം പൊളിഞ്ഞുപോയി. നിങ്ങൾ ഇനിയും പോകുമായിരിക്കും, അതൊക്കെ നിങ്ങളുടെ കാര്യം. ഇത്തവണത്തെ ഈ ഉടായിപ്പ് ഫലിക്കുന്നില്ലെങ്കിൽ ഇനി അടുത്ത ഈസ്റ്ററിന് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ആ സമയത്ത് നിങ്ങൾക്ക് കേരളത്തിലെ മെത്രാന്മാരുടെ അരമനകളിലേക്ക് ഒരു കുരിശിന്റെ വഴി സംഘടിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ്.